പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തുള്ള CSR ഫണ്ട് തട്ടിപ്പിൽ പാലക്കാട് ജില്ലയിലും നൂറുകണക്കിന് ആളുകൾക്ക് പണം നഷ്ടമായി. പെരുമാട്ടി പഞ്ചായത്തിൽ മാത്രം 300ഓളം പേരാണ് പണം നൽകി സ്കൂട്ടറിനായി കാത്തിരിക്കുന്നത്. നാണക്കേട് ഭയന്ന് ഭൂരിഭാഗം പേരും പരാതി നൽകാൻ മടിക്കുകയാണ്. അത് തട്ടിപ്പുകാർക്ക് കൂടുതൽ ഗുണമായും തീരുന്നു. പാലക്കാട് ജില്ലയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ പരാതിയുടെ എണ്ണം കുറവാണെങ്കിലും നൂറുകണക്കിന് ആളുകൾക്കാണ് പണം നഷ്ടമായത്. ഏറ്റവും കൂടുതൽ പണം നഷ്ടമായത് ചിറ്റൂർ താലൂക്കിലാണ്. പെരുമാട്ടി പഞ്ചായത്തിൽ മാത്രം 300ഓളം പേരാണ് പണമടച്ച് സ്കൂട്ടറിനായി കാത്തിരിക്കുന്നത്. ചിറ്റൂർ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് പെരുമാട്ടി ഉൾപ്പെടെയുള്ള മേഖലയിൽ പദ്ധതിക്കായി ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഇതിനായി മെമ്പർഷിപ്പും ഫീസും വാങ്ങിയിട്ടുണ്ട്. നാണക്കേടുകൊണ്ട് പരാതി നൽകാൻ ആളുകൾ മടിക്കുകയാണ്. നിരവധി പേരാണ് തട്ടിപ്പിനിരയായതെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങളും ഇവിടെ 2-3 നമ്മുടെ ഓട്ടോക്കാരെയൊക്കെ കൊടുത്താണ്. 60,000 രൂപ വെച്ച് കൊടുത്ത 6 മാസം കഴിഞ്ഞാൽ പുതിയ സ്കൂട്ടർ കിട്ടുന്നതാണ് പറയണത് കേട്ടത്. അതിപ്പോൾ കുറേ പേര് ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനും അപ്ലൈ ചെയ്യാൻ നിന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കീം കഴിഞ്ഞു, ഇനി പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ശരി എന്നാൽ വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് ഞാനിത് വേറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് സംഭവം പണം കെട്ടിയവരുടെ പൈസയൊക്കെ പോകുന്നു. പിന്നെ പറയുന്നു പഞ്ചായത്തുകാർ തരും എന്നും പറയുന്നു. ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. 60,000 വെച്ച്. പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന്റെ പേരിൽ 60,000 രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ട് മുഖേന നിക്ഷേപിച്ചത്. 6,220 രൂപ ഇൻഷുറൻസിന് എന്ന പേരിലും മെമ്പർഷിപ്പ് ഫീസിനുമായി സൊസൈറ്റിക്ക് നൽകണം. തട്ടിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇവരും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.